ഫ്രാൻസിനെ, ദൈവത്തിന്റെ കാരുണ്യം അനന്തമാണ്. അവിടുത്തെ അനുകമ്പ എന്നേക്കും നിലനിൽക്കുന്നു. അവിടുന്ന് പാപികളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചെറുപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിട്ടില്ല. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് ദൈവവുമില്ല, ദൈവത്തിൽ വിശ്വാസവും ഇല്ല. നിങ്ങൾ എന്നെ ശല്യപ്പെടുത്താതെ പോ. ഫ്രാൻസിനെ, യേശുവിലേക്ക് ഒന്ന് നോക്കൂ. അവിടുന്ന് നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. നിന്റെ പാപങ്ങളാണ് അവിടുന്ന് വഹിച്ചത്. എനിക്കൊന്നും കാണണ്ട, പോ. യേശു എന്നെ മരിച്ചു. അച്ഛാ, അവനൊരു മഹാപാപിയാണ്, കൊലപാതകൻ. 12 വയസ്സുള്ള പെൺകുട്ടിയുടെ ജീവൻ എടുത്തവനാണ്. ഇവനൊന്നും രക്ഷപ്പെടാൻ പോണില്ല. ഞാൻ നാളെ വീണ്ടും വരാം. സുഖമാണോ എല്ലാവർക്കും? സുഖായിരിക്കുന്നു. ആ കൊലപാതകയായ ഫ്രാൻസിനിയുടെ വധശിക്ഷ നടപ്പിലാവാൻ പോവത്രേ. അയാളത് അർഹിക്കുന്നു. കുറെ പേരെ കൊന്ന് അവനോട് യാതൊരു ദാക്ഷിണ്യവും പാടില്ല. ചെയ്ത പാപത്തിൽ അവന് യാതൊരു പശ്ചാത്താപവും ഇല്ലെന്ന് കേട്ടത്. കുമ്പസരിപ്പിക്കാൻ വന്ന വൈദികനെ പോലും തിരസ്കരിച്ചു. കൊച്ചു, എന്താ നിന്നെ വിഷമിപ്പിക്കുന്നത്? ഫ്രാൻസിനിയുടെ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നു. നല്ല കള്ളന് രക്ഷ കിട്ടിയ പോലെ ഫ്രാൻസിനിക്കും രക്ഷ കിട്ടില്ലേ? എനിക്ക് പ്രത്യാശയുണ്ട്. നമുക്കതിനെ പറ്റി പിന്നെ സംസാരിക്കാം. വേഗം വാ. കർത്താവേ, ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു. അങ്ങ് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് മരിച്ചതും ഉയർത്തതും. അങ്ങയുടെ സഹനത്തിന്റെയും മരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും യോഗ്യത ഫ്രാൻസിനിയുടെ മാനസാന്തരത്തിനും രക്ഷയ്ക്കുമായി ഞാൻ സമർപ്പിക്കുന്നു. എന്റെ കർത്താവേ, ഫ്രാൻസിനിയുടെ കരുണ കാണിക്കണേ. മരിക്കുന്നതിന് മുമ്പ് മാനസാന്തരപ്പെട്ട് അങ്ങിലേക്ക് തിരിയാൻ കൃപ ചൊരിയണേ. എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ആ കുരിശ് കൊണ്ടുവരൂ. എന്നോടുകൂടെ പറുദീസയിലായി. നന്ദി യേശുവേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. നന്ദി യേശുവേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ദൈവത്തിന്റെ സ്തുതി. ഫ്രാൻസിനെ അങ്ങ് രക്ഷിച്ചു. 3 തവണ അങ്ങ് അവനെ ചുംബിച്ചു. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാനും അനേകം ആത്മാക്കളെ രക്ഷിക്കാനും എനിക്ക് കിട്ടിയ ദൈവവിളിയാണിത്. ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അനേകം ആത്മാ